ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോ അല്ല, റീഡിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആൻഡ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി, വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ആവശ്യപ്പെടുക. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹീലിംഗ് ഓർ എന്തെങ്കിലും സ്പെൽ വർക്കിനൊക്കെ ആണെങ്കിൽ അതുപോലെ മെസ്സേജ് ചെയ്യുക. ജസ്റ്റ് ഒരു ഹായ് ഇട്ടിട്ട് ഒരിക്കലും പോകാതിരിക്കുക. ഓക്കെ, അത് ടൈം ലാഗ് ഉണ്ടാക്കും നിങ്ങൾക്കും എനിക്കും. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. റീസണേറ്റ് ആകുന്നത് കുറച്ചുകൂടെ പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും. പേഴ്സണൽ റീഡിംഗ് പേയ്മെൻറ്റ് വന്നിട്ട് 500 ആണ് പെർ പേഴ്സൺ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ഈ ഒരു ചെയ്യുന്ന വീഡിയോ എന്നത്തേക്കാണ് ഇടാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മളുടെ ഫുൾ മൂൺ അതിന് മുമ്പായിട്ടാണ് ഇടുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹാർവസ്റ്റ് മൂണാണ് ഇപ്പോൾ 17-ാം തീയതി വരുന്നത്. സെപ്റ്റംബർ 17-ന് ഫുൾ മൂൺ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് മൂണാണ്. അപ്പോൾ കഴിഞ്ഞാൽ പോലും 17-ാം തീയതി കഴിഞ്ഞാൽ പോലും അതിൻ്റെ നെക്സ്റ്റ് 10 ഡേയ്സിനും കൂടിയിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് എനർജി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹാർവസ്റ്റ് മൂണാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു എനർജിയാണത്. അത് നിങ്ങൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഹാർവസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത്രയും നാളും ഹാർഡ് വർക്ക് ചെയ്തതിനുള്ളൊരു എന്താ പറയുക, അതിനൊരു റിസൾട്ട് കിട്ടുന്നൊരു സമയമാണ്. ആ ഒരു സമയത്തേക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുമ്പേ പ്രയത്നിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നല്ല രീതിയിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അവിചാരിതമായിട്ടല്ല. ഇറ്റ്സ് എ ഡിവൈൻ പ്ലാൻ ആണ്. നിങ്ങളത് കേട്ടിരിക്കണം, കണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇതെത്തുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തിയെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുമുണ്ടായിരിക്കാം. അതൊരു എന്താ പറയുക, വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സത്യം കൂടിയായിരിക്കും. ഓക്കെ, ആൻഡ് ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ആരെയാണോ ചൂസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത് അവരെ ചൂസ് ചെയ്ത് പേഴ്സണൽ റീഡിംഗ് എടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ യൂണിവേഴ്സ് തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നൊരു വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരിൽ നിന്നായിരിക്കും. അപ്പം എന്നിൽ നിന്ന് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ മനസ്സ് ആരെയാണോ കോൾ ചെയ്യുന്നത് അവരിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, Seven of Pentacles, Page of Pentacles, King of Swords. നിങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്കും നല്ല ഈഗോസ് കാണിക്കുന്നുണ്ട്. 2 of Wands, വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ എന്തോ കുറേ പേർക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ 3 of Cups reverse, the Lover card also reverse. ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കുറേ പേർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതേറെക്കുറെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എനർജീസിലാണ് കാണിക്കുന്നത്. ദ എംപറർ, 4 of Cups and the World card. Okay, some more cards. 6 of Swords. രണ്ട് കാർഡ്സ് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 10 of Swords എനർജി കിട്ടിയിട്ടുണ്ട്. ആൻഡ് 1 more കാർഡ്, ദ ഹാങ്ഡ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു കാർഡ്സ് കൂടെ ഞാൻ പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കാർഡ്സ് ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ വ്യക്തമാവുന്നത് ഫസ്റ്റ് കാർഡ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡെത്ത് കാർഡാണ്.
ചിലവർക്ക് എന്തോ ഒരു കാര്യം അവസാനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താ പറയുക, യൂണിവേഴ്സ് ഏറെക്കുറെ ടൈം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിൽ പലരും അവിടെ കരഞ്ഞ് ഇരുന്ന ഒരു എനർജി തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം, അപ്പോൾ ഡിവൈൻ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ കരഞ്ഞിരിക്കരുത്. കരഞ്ഞുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഓരോ ടാരറ്റ് റീഡിലും കാണുന്നത് എല്ലാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അവർ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ അങ്ങനെ കാര്യമുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഡിവൈൻ ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്, കരഞ്ഞ് പ്രയത്നിക്കുക അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഏറെക്കുറെ പേർക്കും ഡിവൈൻ തന്നിട്ടുള്ളൊരു സമയം അവിടെ എൻഡ് ആകുകയാണ്. കുറേ പേർക്ക് ഇത് അവസാനിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്, എല്ലാവർക്കുമല്ല. ഓക്കെ, ഏറെ കുറച്ച് പേർക്ക് മാത്രമാണ് അത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ അഗെയിൻ നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങളത് വിനിയോഗിക്കുക. ഓക്കെ, ഇനിയും കുറച്ചുകൂടെ ടൈം ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു നെക്സ്റ്റ് ഒരു 3 months ഡെത്ത് കാർഡാണ് അത്. എൻഡിങ് ആണ്. എൻഡിങ് എന്ന് പറയുന്നത് ഒരു നിയർ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അതായത് 3 എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു നിയർ 3 months കൂടെ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരിക്കലും എന്താ പറയുക, മറ്റുള്ള എല്ലാവരും ടാരറ്റ് റീഡേഴ്സ് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇതാണെന്ന്, പക്ഷേ ഒരുപാട് ടാരറ്റ് റീഡിങ്ങിൽ അവർ തിരികെ വരുന്നുണ്ട്, അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എല്ലാം മാറി മറിയാൻ പോവുകയാണ്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ഉള്ളിരുത്തി വിചാരിക്കുക, നിങ്ങൾക്കതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ കുറേ പേരുടെ റീഡിങ് ഉണ്ട് ഇവിടെ, എല്ലാം ശരിയാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൽ വെറുതെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഏതൊരു കാര്യവും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് അതിൻ്റെ ഹാർഡ് വർക്കിങ്ങിലൂടെയാണ്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും, അതിൻ്റെ രുചി നമുക്ക് തരും, ആ രുചി അറിഞ്ഞിട്ട് നമ്മളിൽ നിന്നും മാറ്റിക്കളയും. സോ ആ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. ആ രുചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ല, അതിനെ പരിശ്രമിച്ച് എടുക്കണം. ഈവൻ ക്യാഷ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും. അപ്പോൾ വളരെ കുറച്ച് പേർക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു എൻഡിങ് നടക്കുന്നുണ്ട്, വളരെയധികം വലിയൊരു സെപ്പറേഷൻ തന്നെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏറെ കുറച്ച് പേർക്കാണ് കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ വേണ്ട 7%. ഓക്കെ, 7 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. കുറച്ച് 7% ആൾക്കാർക്കാണ് അത്തരത്തിലുള്ളൊരു എനർജി കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനിയും സമയമുണ്ടെങ്കിലും അതിനും ഒരു എൻഡിങ് അവിടെ കാണിക്കുന്നുണ്ട്. ബട്ട് കുറച്ച് പേർക്ക് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു, അതായത് 4 of Cups ആൻഡ് ദ വേൾഡ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുറച്ച് പേര് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കിവിടെ കാണുന്നുണ്ട്. അതായത് ചെയ്ത് വെച്ചുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവർക്ക് ഡിവൈൻ കൊടുക്കാൻ പോകുന്നത് ഒന്നല്ല, അതിൻ്റെ ഡബിൾ സന്തോഷത്തിലുള്ള കാര്യങ്ങളാണ്. ആ പേഴ്സൺ തിരിച്ചു വരികയും അവർക്ക് മുമ്പ് കിട്ടാതിരുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സന്തോഷവും സ്നേഹവുമാണ് ആ ഒരു പേഴ്സൺ അവർക്ക് നൽകാൻ പോകണം. അവരുടെ ജീവിതം തന്നെ മാറി മറിയാനായിട്ട് പോകുന്ന എനർജിയാണ്. കാരണം അവിടെ വെയിറ്റിംഗ് ആണ്, ഡിവൈനായിട്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് അവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കപ്സാണ്. ദ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെൻറ്റ് എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമാസ് ചെയ്തിട്ടുള്ളവരുടെ അവർക്കെല്ലാം കിട്ടുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, അതൊക്കെയാണ് വരാൻ പോകുന്നത് നിയർ ഫ്യൂച്ചറിലേക്ക് തന്നെ. ഓക്കെ, അവർ നന്നായിട്ട് തന്നെ ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, അവർക്കായിട്ട് യൂണിവേഴ്സ് അവിടെ തയ്യാറെടുത്ത് വെച്ചിട്ടുള്ളത് അവിടെ വെയിറ്റിംഗ് ആണ്. 2 പേരും അവിടെ വെയിറ്റിംഗ് ആണ്. ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ അവിടെ മറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പിടിച്ചു വലിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പലതരത്തിലും, പക്ഷേ അവർ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അവരും അവിടെ വെയിറ്റിംഗ് ആണ്, നിങ്ങളുടെ സോളും അവിടെ ഒരു വെയിറ്റിംഗ് ആണ്. എന്തിന്?
ആ ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട്, ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവൾ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എത്രയൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ വന്ന് തല്ലി പിടിച്ചു എന്നല്ല, അവരുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു കാലത്ത് എല്ലാം തന്നിട്ട് പിന്നീട് നിങ്ങൾ അവരിൽ നിന്നും അവഗണനയായിരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കുക. സോ ആ ഒരു അവഗണനയിൽ നിങ്ങൾ നീറിയില്ലാതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോഴും ആ ഒരു നീറ്റലിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവർ തിരികെ വന്ന് ദ 6 ഓഫ് സോർഡ്സ് എന്നുള്ളൊരു കാർഡ്സ് കണ്ടില്ല, തിരികെ വന്ന് ആ ഒരു വേദനയിൽ നിന്നും നിങ്ങളെ തിരിച്ചൊരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ 2 ഓഫ് വാൺസ്, 6 ഓഫ് സോർഡ്സ് ആൻഡ് ദ വേൾഡ് കാർഡ്, ഇതൊക്കെയാണ് നമുക്കിവിടെ നല്ലതായിട്ട് കിട്ടിയില്ല. 7 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പലതും എന്താ പറയുക, നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു സ്നേഹവും അടുപ്പമായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് ആരാണോ ആ ഒരു ഡിവൈൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്ത് കാര്യങ്ങൾ പ്രയത്നിച്ചിട്ടുള്ളത് അവർക്കാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ്. ബാക്കി കിട്ടാൻ പോകുന്ന എനർജി കണ്ടില്ലേ, ദ എംപറർ, ദ ലവേഴ്സ് കാർഡ്, 3 ഓഫ് കപ്സ് ഒന്ന് റിവേഴ്സാണ്, ആൻഡ് പേജ് ഓഫ് സോർഡ്സ് ആൻഡ് 10 ഓഫ് സോർഡ്സ്. ചില വ്യക്തികൾക്ക് അവർ തിരികെ വരുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു റിസൾട്ടല്ല കാണിക്കുന്നത്. കുറച്ച് പേർക്ക് അതൊരു ഭയങ്കരമായിട്ട് എഗെയിൻ വരും, എന്താ പറയുക, മിണ്ടും സംസാരിക്കും, എഗെയിൻ അവരവരെ വഴിക്ക് പോകുന്ന ഒരു എനർജി. ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കുറച്ച് പേർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവർ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാറി, പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അവരെ വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു വെയിറ്റിംഗ് എനർജീസിൽ തന്നെ നിൽക്കുന്നു, എഗെയിൻ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് തന്നെ പോകുന്നു. ഇതൊരു എന്താ പറയുക, ഇങ്ങനെ എൻഡിങ് ഇല്ലാത്ത ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ ഭയങ്കരമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ. ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിങ്ങിൽ എത്തുന്നത് സെയിം സിറ്റുവേഷനിലേക്ക് തന്നെ എന്നുള്ളൊരു രീതിയിലേക്കാണ് കുറച്ച് പേർക്കുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നത്. എഗെയിൻ ആ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ തന്നെയാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരിക്കില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, തിരിച്ചൊരു റിപ്ലൈ ഇല്ല. അഥവാ റിപ്ലൈ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു റിപ്ലൈ അവരിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കുക. ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരവസ്ഥ. സോ ഇതിലൊക്കെയാണ് നിങ്ങൾ 10 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വെട്ടും കുത്തും കൊണ്ട് നിങ്ങൾ വീണ്ടും കെടുക്കുന്നു. അതായത് വെട്ടും കുത്തും എന്ന് പറയുന്നത് അവരുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ശരിക്കും പറഞ്ഞ ഒരു വാളുകൊണ്ട് കുത്തിയിറക്കുന്ന പോലെയാണ്. ഈശ്വര, ഇതിൽ നിന്നും ഇത് വേദം ചാവുന്നതായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചത്, അനുഭവിച്ചു മതിയായി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കുറേ പേരുടെ ഒരു എനർജി കിട്ടുന്നത്. എന്നാൽ പോലും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ദിവസം അവർ പണ്ട് തന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ അവരിൽ നിന്നും, പക്ഷെ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ അഗെയിൻ ആ ഒരു പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു തിരിച്ചുവരവാണ് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ്. സോ അവർക്കിപ്പോൾ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത് കുറവ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏറെക്കുറെ അവർക്ക് സ്ട്രെങ്ത് കുറവ് കാണിക്കുന്നുണ്ട് ഏറെക്കുറെ കാര്യങ്ങളിലും. നിങ്ങളും ഏറെക്കുറെ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ അവർക്ക് നന്നായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വാക്കുകളിലൂടെ എന്തൊക്കെയോ അവരെ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളും ഈഗോൻ്റെ കാര്യത്തിൽ അത്ര പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളല്ല, രണ്ടു പേർക്കും നല്ല ഈഗോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും എന്തൊക്കെയോ വാക്കുകളാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പെയിൻഫുൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രീതിയിലൊക്കെ കുറച്ച് അവർക്ക് നിങ്ങളോടുള്ള ഒരു എനർജീസിൽ നീരസം, ദേഷ്യം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു എനർജി അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ളൊരു എനർജിയാണ് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, പണ്ടൊക്കെ നിങ്ങൾ വേണം, നിങ്ങളോട് മിണ്ടണം എന്നുള്ളതൊക്കെ ഓരോ ദിവസം അവർ എണീക്കുന്നത് പോലും നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചൊരു നീരസവും ദേഷ്യവും എന്നുള്ള രീതിക്കാണ് അവരുടെ എനർജി ഇതിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മെസ്സേജിനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊരു കോൾ വന്നാലും ഏതൊരു മെസ്സേജ് വന്നാലും
അവരുടേതായിരിക്കും അല്ലെങ്കിൽ അവരുടേതായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നിങ്ങൾ ആ ഒരു ഫോൺ പോലും നോക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അത്തരത്തിലുള്ളൊരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സോ എത്രമാത്രം നിങ്ങൾ അവരിലേക്ക് ഡിപ്പെൻഡഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ആൻഡ് അതിൽ ഏറെക്കുറെ പേർക്കും അവരുടെ കർമ്മ റിലീസ് ചെയ്തവർക്ക് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഹാർവസ്റ്റ് തന്നെ തിരികെ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അവർക്കാണ് ഈ പറയുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മ, നിങ്ങളുടെ കർമ്മയാണ്. ആ കർമ്മ അവിടെ ബ്ലോക്കേജസ് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ജന്മം പാസ്റ്റ് ലൈഫിൻ്റെ ഇതായിട്ടുള്ള ചില കർമ്മകളാണ് നിങ്ങൾ ഈ ഒരു ജന്മം ഈ ഒരു പേഴ്സണിലൂടെ അനുഭവിക്കുന്നത്. സോ അത് ഏറെക്കുറെ ഹീലിംഗ് ആയി കഴിഞ്ഞവർക്ക് അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ കുറച്ച് പേരുടെ കാര്യങ്ങളിൽ എനിക്ക് നിങ്ങൾക്ക് ഈ കാർഡ്സ് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ സെയിം 2 രീതിയിലുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഒന്ന് 2 ഓഫ് വാൺസ് ആൻഡ് 4 ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്. എന്താ പറയുക, കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാർഡ്സുകളാണ് ഇതെല്ലാം. ഓക്കെ, ദ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ള കാര്യത്തിലേക്കാണ് വരുന്നത്. ബട്ട് ഏറെക്കുറെ പേർക്കും സ്റ്റിൽ അവരുടെ കർമ്മ പെൻഡിങ് ഉള്ളവർക്ക് ഡെത്ത് കാണിക്കുന്നുണ്ട്. അതായത് എൻഡിങ് ആണ് കാണുന്നത്. ബാക്കിയെല്ലാം എന്താ പറയുക, 3 ഓഫ് കപ്സ് റിവേഴ്സ്, ലവേഴ്സ് കാർഡ് റിവേഴ്സ്, ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, 10 ഓഫ് സോഡ്സ്. സോ 2 എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 എനർജിയും പറയുന്നത് കേട്ടോ. അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ടോട്ടലി ഒരു എൻഡിങ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. സോ അവർക്ക് ഇനിയും ഒരു 3 months ആണ് ടൈം എനിക്കിവിടെ കാണുന്നത്. 3 എന്നൊരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വീണ്ടും യൂണിവേഴ്സിൻ്റെ ഒരു അലേർട്ട് മെസ്സേജ് ആയിട്ടോ വാർണിംഗ് മെസ്സേജ് ആയിട്ടോ ഇതിനെ എടുക്കുക. നിങ്ങൾ വെറുതെ അവിടെ കരഞ്ഞ് തളർന്ന് പ്രാർത്ഥന ഓഫ് കോഴ്സ് വേണം. പക്ഷേ ഒരു കാര്യത്തിന് നിങ്ങൾ ഡിവൈൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഡിവൈൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഡിവൈന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരുപാട് ക്യാഷും അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചോക്ലേറ്റ്, 1 കിലോ ലഡ്ഡു വേണം അല്ലെങ്കിൽ 1 കിലോ അത് വേണം എന്നൊന്നല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളവിടെ മാറണം, അതാണ് ഡിവൈൻ്റെ ആഗ്രഹം. നിങ്ങളവിടെ ഒരു കാര്യവും ചെയ്യാതെ കരഞ്ഞുകൂടി പിടിച്ചിരിക്കണമെന്നല്ല ഡിവൈൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരുപാട് മാറ്റങ്ങളാണ് ഇതിലൂടെ വരാനായിട്ട് പോകുന്നത്. അതാണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട് ചില കാര്യത്തിലേക്ക് യൂണിവേഴ്സ്. സോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, സോ ഇതാണൊരു ചെറിയ റീഡിംഗ് ആയിട്ട് എടുക്കുക. ഇതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.